ഓർമ്മയുണ്ടോ ഈ മുഖം? മറക്കില്ലെന്നറിയാം. എങ്ങനെ മറക്കാനാണ് സുരേഷ് ഏട്ടാ? കലിംഗ് സൗഹൃദ സദസ്സുമായി ബന്ധപ്പെട്ട് അമ്മാതിരി കാട്ടിക്കൂട്ടലൊക്കെയല്ലേ നിങ്ങൾ കാണിച്ചു കൂട്ടിയത്. അപ്പൊ അതാ ആ കാട്ടിക്കൂട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പോസിറ്റീവ് സ്റ്റോറി വന്നിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് നെഗറ്റീവ് ആണ്. വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. നമുക്കറിയാം, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപി ഒരു പുതിയ നമ്പറുമായി, ഒരു ഉടായ്പുമായി ഇറങ്ങിയിരുന്നല്ലോ. കലിംഗ് സൗഹൃദ സദസ്സ് എന്നായിരുന്നു അതിന്റെ പേര്. അതായത് ഒരു പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുക, കേട്ട ശേഷം പരിഹാരം കണ്ടെത്തുക എന്നതൊക്കെയായിരുന്നു അതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്നൊക്കെയാണ് സുരേഷ് ഗോപി പറഞ്ഞിരുന്നെങ്കിലും, പക്ഷേ നമ്മൾ അതിലുടനീളം കണ്ടത് എന്തായിരുന്നു? ഉടനീളം കണ്ടത് അതിന് വന്ന് കാര്യങ്ങൾ പറയുന്ന, ചോദ്യങ്ങൾ ചോദിക്കുന്ന, ആവശ്യങ്ങൾ പറയുന്ന ആളുകളേക്ക് ആക്ഷേപിച്ചു വിടുന്ന കാഴ്ചയായിരുന്നു. ഇതൊരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള പരിപാടിയായിരുന്നു. ബി ജെ പിക്കാരോട് ചോദ്യം ചോദിക്കാൻ പറയും, അവർ തന്നെ ചോദ്യം ചോദിക്കും, മുൻകൂട്ടി തയ്യാറാക്കിയ ഉത്തരങ്ങൾ സുരേഷ് ഗോപി പറയും. അങ്ങനെ ഒരു സുരേഷ് ഗോപിയുടെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസും ബി ജെ പിക്കാരുടെ, അതായത് ഈ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളുടെ ഒക്കെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസും ഒക്കെ ആയി അങ്ങനെ പോകുന്നതിനിടയിലാണ് ചേർപ്പ് പുള്ളിലെ ഒരു വേലായുധൻ ചേട്ടൻ ഈ സുരേഷ് ഗോപിയെ കാണാൻ പറ്റുന്നത്. അതാരും മറന്നു കാണില്ല. ആ പാവം മനുഷ്യൻ അവിടെ നിന്ന് നോക്കിയപ്പോ സുരേഷ് ഗോപി നന്നായിട്ട് അഭിനയിക്കാൻ മിടുക്കനാണെന്ന് എല്ലാവരും പറയാൻ പറ്റും. ഇത് ഒറിജിനലാണ് എന്നങ്ങ് ആ പാവം വിചാരിച്ചു. ഒരു നിവേദനം കൊണ്ടുപോയി കൊടുത്തു. തന്റെ വീടിന് മുകളിലേക്ക് ഒരു മരം മറിഞ്ഞു വീണ് ചെറിയ വീടിന്റെ കേടുപാടുകളൊക്കെ സംഭവിച്ചപ്പോൾ, ഒരു ചെറിയ വീടാണ് കേട്ടോ, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇതാണ് ചേട്ടന്റെ വീട്. അപ്പോ അതൊന്ന് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് നന്നാക്കി കിട്ടുമോ, അതിന് എന്തെങ്കിലുമൊക്കെ സഹായം ലഭിക്കുമോ എന്നറിയാൻ വേണ്ടിയാണ് കേന്ദ്രമന്ത്രിയും തൃശ്ശൂരിലെ എം പിയുമായിട്ടുള്ള സുരേഷ് ഗോപിക്ക് കൊച്ചുവേലായുധൻ ചേട്ടൻ നിവേദനം കൊടുത്തത്. എന്താണ് ആ നിവേദനത്തിനകത്ത് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന്റെ ആവശ്യം എന്ന് പോലും കേൾക്കാതെ അദ്ദേഹത്തെ ആട്ടി ഓടിച്ചു വിട്ടു സുരേഷ് ഗോപി എന്നുള്ളതാണ്. ആ ജനങ്ങൾക്ക് മുമ്പിൽ അപമാനിതനായി വേലായുധൻ ചേട്ടൻ, കൊച്ചുവേലായുധൻ ചേട്ടൻ നടന്നു നീങ്ങിയ ദൃശ്യം ഇന്നും ആരുടെ മനസ്സിൽ നിന്നും മാനിയിട്ടുണ്ടാകില്ല. അയാളെ അപമാനിച്ച്, അയാളെ ഏതൊക്കെ രീതിയിൽ അപമാനിക്കാൻ കഴിയുമോ അദ്ദേഹത്തിന്റെ പ്രായത്തെ പോലും മാനിക്കാതെ അപമാനിച്ച് അപകീർത്തിപ്പെടുത്തി സുരേഷ് ഗോപി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അദ്ദേഹത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അത് മേടിച്ചു പിടിച്ചിട്ട് ഒന്ന് തുറന്നു നോക്കി അദ്ദേഹത്തെ കാണിക്കാനെങ്കിലും ഒന്ന് വായിക്കാമായിരുന്നു. കഴിഞ്ഞ ശേഷം കീറി കളഞ്ഞോളൂ, കുഴപ്പമില്ല. പക്ഷേ അതുപോലും ചെയ്തില്ല. ഒന്ന് മേടിച്ചൊന്ന് വായിച്ചു നോക്കാൻ പോലും അദ്ദേഹം കൂട്ടാക്കിയില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അത് മേടിച്ചിട്ട് പി എക്ക് കൊടുക്കാമായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട ആളുകളെ വിളിച്ച് ഇതിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആരായമായിരുന്നു. ഇതൊന്നും ചെയ്തില്ല സുരേഷ് ഗോപി. അദ്ദേഹത്തെ നിരാശനാക്കി പറഞ്ഞയക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഇത് വാർത്തയായി. മാധ്യമങ്ങളിലൂടെ എല്ലാവരും കൊച്ചുവേലായുധൻ ചേട്ടനെ കണ്ടു. ശേഷം വേലായുധൻ ചേട്ടന്റെ അടുത്തേക്ക് CPM എത്തി. CPM എത്തിയ ശേഷം ഒരു വീട്, മനോഹരമായ വീട് പണിതു കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സുരേഷ് ഗോപി ഞാൻ കാരണം ഒരു വീട് വേലായുധൻ ചേട്ടന് കിട്ടുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ തനിക്ക് അനുകൂലമാക്കാൻ വേണ്ടി ശ്രമം നടത്തി. നാണമാകുന്നില്ലല്ലോ സുരേഷ് ഗോപി എന്നാണ് അത് കേട്ട് ജനങ്ങളൊക്കെ പറഞ്ഞത്. തനിക്ക് ഒരു വീട് അദ്ദേഹത്തിന് പണിതു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ കേടുപാട് സംഭവിച്ചിട്ടുള്ള കേടുപാടുകൾ മാറ്റാൻ വേണ്ടി ഒരുപാട് സഹായങ്ങൾ ഒരു MP എന്ന നിലയിലും കേന്ദ്രമന്ത്രി എന്ന നിലയിലും ഒക്കെ ചെയ്യാൻ കഴിയുമല്ലോ, അതെങ്കിലും ചെയ്തു കൊടുക്കാമായിരുന്നു. പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുമെന്ന് പറയാൻ കഴിയില്ല, അതുകൊണ്ട് അങ്ങനെ പറയുന്നില്ല എന്നൊക്കെയാണ് ആളുകൾ പറഞ്ഞത്. പക്ഷേ സുരേഷ് ഗോപി ആകട്ടെ, സുരേഷ് ഗോപി ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, CPM പണിതു കൊടുക്കാൻ വന്നപ്പോൾ CPM-നെ ആക്ഷേപിക്കുന്ന കാഴ്ച കൂടി കണ്ടു. അല്ലെങ്കിൽ സവർണാധിപത്യത്തിന്റെ തലപ്പത്തിരിക്കുന്ന അടുത്ത ജന്മത്തിൽ ഭ്രാമനാകണമെന്നൊക്കെ പറയുന്ന സുരേഷ് ഗോപിയുടെ വായിൽ നിന്ന് ഇത് മാത്രം പ്രതീക്ഷിച്ചാൽ മതി. അപ്പോ സുരേഷ് ഗോപി കുറെ രീതിയിലുള്ള ഇങ്ങനെയാണെങ്കിൽ കുറെ ആൾക്കാരൊക്കെ ലിസ്റ്റ് തരാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി CPM-നെ ആക്ഷേപിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ലൈഫ് പദ്ധതി വഴി ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് കൊടുത്ത ഒരു പാർട്ടിയെയാണ് ആക്ഷേപിക്കുന്നത്. എന്തിന്? ഇവിടെ ഭരണമില്ലാത്തിരുന്ന സമയത്ത് പോലും നിരവധി ആളുകൾക്ക് വീട് പണിതു കൊടുത്ത ഒരു പാർട്ടിയാണ് ആക്ഷേപിക്കുന്നത്. സുരേഷ് ഗോപി ഇങ്ങനെ ആക്ഷേപിക്കുകയാണ്. ഇപ്പൊ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? കൊച്ചുവേലായുധൻ ചേട്ടൻ ഇത്ര മനോഹരമായ ഒരു വീട് പണിത് കൈമാറിയിരിക്കുന്നു CPM എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എത്ര മനോഹരമായിട്ടുള്ള വീടാണ്. ഇതിന്റെ പേരും പറഞ്ഞ് ഒരു വോട്ട് പിടിക്കാൻ ഇറങ്ങിയില്ലേ കേട്ടോ നമ്മുടെ LDF എന്ന് പറയുന്നത്. LDF ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ എന്തൊക്കെയാണോ ചേട്ടൻ ചെയ്തു കൊടുക്കേണ്ടത് അതെല്ലാം ചെയ്തു കൊടുത്തു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ സഹായങ്ങളൊക്കെ നടത്തി റീൽസ് ഒക്കെ പിടിച്ച് സ്വയം നന്മപരമായിട്ട് നടക്കുന്ന സുരേഷ് ഗോപിക്ക് കൊച്ചുവേലായുധൻ ചേട്ടന്റെ ഒക്കെ സങ്കടം പറഞ്ഞാൽ മനസ്സിലാക്കാൻ ഒരു സാധ്യതയുമില്ല. ഇലക്ഷൻ സമയത്ത് മാത്രം അധികാര കസേര ഉറപ്പിക്കാൻ വേണ്ടി ഇതുപോലെ പല രീതിയിലുള്ള BGM ഒക്കെ ഇട്ട് തെക്കോട്ടും വടക്കോട്ടും ഒക്കെ നടന്ന് ഞാനൊരു നന്മമർമാണ്, ലൂർദ് മാതാവിന് കിരീടം വെക്കട്ടെ, അവർക്ക് പൈസ കൊടുക്കട്ടെ, ഇവർക്ക് പൈസ കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന സുരേഷ് ഗോപിക്ക് കൊച്ചുവേലായുധനെ പോലുള്ള പാവം വയോധികരുടെ സങ്കടം എങ്ങനെ മനസ്സിലാകാനാണ് അല്ലെ? എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോടുകൂടി തന്നെ സുരേഷ് ഗോപി അവിടെ വാഷ് ഔട്ട് ആയിട്ടുണ്ട്. അദ്ദേഹം ദത്തെടുത്ത ആവണിശ്ശേരി പഞ്ചായത്തിൽ പോലും അതിഗംഭീരമായിട്ടുള്ള തോൽവി നേരിടേണ്ടി വന്നു. സുരേഷ് ഗോപിയുടെ ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും ഏറ്റ വലിയ തിരിച്ചടി തന്നെയായിരുന്നു അത്. വേലായുധൻ ചേട്ടനെ പോലുള്ളവരുടെയൊക്കെ കണ്ണുനീര് ഭൂമിയിൽ വീണതിന്റെ വലിയ ഒരു വല്ലാത്ത ഒരു ദുരന്തമാണ്
എന്തായാലും അവിടെ സുരേഷ് ഗോപി നേരിട്ടത് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അല്ലെങ്കിലും ഇവരുടെ പാർട്ടിക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്, ഇവരുടെ പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോ? ആളുകളെ ശപിക്കാൻ പറ്റും. കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചതുപോലെ പിണറായി വിജയൻ നരകിച്ച ചാവും എന്നൊക്കെ പറയുന്ന കുറെ എന്താ പറയാ കുറെ നിലവാരമില്ലാത്ത കുറെ മൃഗങ്ങളും കുറെ മനുഷ്യരെന്ന് പോലും വിശേഷിപ്പിക്കാൻ കഴിയാത്ത കുറെ ജീവികളും ഒക്കെയാണ് ഇവരുടെ പാർട്ടിയിലുള്ളത്. അവർക്ക് മനുഷ്യരെ തിരിച്ചറിയാൻ കഴിയില്ല, അവർക്ക് മനുഷ്യരുടെ വേദന മനസ്സിലാക്കാൻ കഴിയില്ല. അവർക്ക് ആകെ അറിയാവുന്ന കാര്യം ഒന്ന് വർഗീയത, രണ്ടാളുകളെ ആക്ഷേപിക്കൽ അല്ലെങ്കിൽ പരിഹസിക്കൽ, ഇതൊക്കെ മാത്രമാണ് ഇവർക്ക് അറിയാവുന്ന കാര്യമുള്ളൂ എന്നതാണ് നമ്മൾ ഈ വിഷയമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഈ കലിംഗ സൗഹൃദ സദസ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും പല ആളുകളും ഇതുപോലെ അപമാനിക്കപ്പെട്ട കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ആനന്ദവല്ലി ചേച്ചി പണി കഴിഞ്ഞ് പോവുമായിരുന്നു. ചേച്ചി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നോക്കുമ്പോൾ ഇവിടെ ഈ പരിപാടി നടക്കുകയാണ്. ആ ചേച്ചി പോയിട്ട് അവിടെ ആ ചേച്ചിയുടെ ആവശ്യം പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ MLA ഇല്ലേ, നിങ്ങൾക്ക് മന്ത്രി ഇല്ലേ, നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി പറ എന്നൊക്കെ പറഞ്ഞായി സുരേഷ് ഗോപി. ഒരു കേന്ദ്രമന്ത്രി, ഒരു ജനപ്രതിനിധി എങ്ങനെ സംസാരിക്കരുതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സുരേഷ് ഗോപിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് പറയാം, ഒരു ജനപ്രതിനിധി ഇങ്ങനെ ആകരുതെന്ന് നമുക്ക് പറയാൻ കഴിയും. ജനപ്രതിനിധി എന്ന നിലയിൽ ലോക പരാജയം എന്ന് മാത്രമല്ല, ഈ നാടിന് ഒരു ചുക്കിനും ചുണ്ണാമ്പിനും ഗുണമില്ലാത്ത ഒരു വേസ്റ്റ് മന്ത്രിയാണ് സുരേഷ് ഗോപി എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റും. എങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയും? വയനാട് മഹാദുരന്തം സംഭവിച്ചപ്പോ നമുക്ക് അന്ന് ആ സമയത്തോടെ ഒരു കേന്ദ്രമന്ത്രിയുണ്ട്. നമ്മൾ എന്താണ് വിചാരിച്ചത്? സുരേഷ് ഗോപി ആ ദുരന്ത ബാധിതർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുമെന്ന് നമ്മളൊക്കെ കരുതി, അല്ലെ? അതായത് ഇതൊരു ദുരന്തമായിട്ട്, അതായത് ലോക ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ നടത്തുമെന്ന് നമ്മൾ വിചാരിച്ചു. പോട്ടെ, ദേശീയ ദുരന്തമായിട്ടെങ്കിലും പ്രഖ്യാപിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ നീക്ക് പോക്കുകൾ, L3 വിഭാഗത്തിൽപ്പെടുത്താനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു നീക്കുപോക്കലുകൾ ഉണ്ടാക്കാൻ ശ്രമം നടത്തുമെന്ന് നമ്മൾ വിചാരിച്ചു, അല്ലെ? എന്നാൽ ഈ സുരേഷ് ഗോപി എന്താണ് ചെയ്തത്? സുരേഷ് ഗോപി അവിടെ പോയി ഫോട്ടോഷൂട്ടൊക്കെ നടത്തി കേട്ടോ. 5 പൈസ ഒരു മിഠായി മേടിക്കാൻ പോലും അവിടുത്തെ ഒരു കൊച്ചിന് പോലും കൊടുത്തില്ല എന്നുള്ളതാണ്. മാത്രമല്ല അമിത്ഷാ, ഭൂപേന്ദ്ര യാദവ്, ഇത്തരത്തിലുള്ള കേന്ദ്രമന്ത്രിമാർ ആ ദുരന്ത ബാധിതർക്ക് അവർക്ക് കേന്ദ്ര സഹായം ലഭ്യമാകാതിരിക്കാൻ വേണ്ടി പച്ച നുണകൾ പറഞ്ഞപ്പോൾ അത് ഏറ്റുപിടിച്ച ആളാണ് സുരേഷ് ഗോപി. ഒരിക്കൽ പോലും സുരേഷ് ഗോപി ഒരു ഘട്ടത്തിൽ പോലും അവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, അവർക്ക് കേന്ദ്ര സഹായം ലഭിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ലേ, ഇല്ല. അവസാനം കനിമൊഴി പോലും സുരേഷ് ഗോപിനെ മലർത്തി അടിച്ചില്ലേ സഭയില്? നാണമുണ്ടോടോ എന്ന രീതിയിൽ മറ്റൊരു പരോക്ഷമായ അദ്ദേഹം ചോദിച്ചില്ലേ? ഇയാൾ മുന്നയാണ് എന്ന് ബ്രിട്ടാസ് പറഞ്ഞില്ലേ? എന്തിന്? സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഒരു ഘട്ടത്തിൽ പോലും അവിടെ ചെന്നിട്ട് ആ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചോ? എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് അയാൾ അങ്ങോട്ടേക്ക് കാലെടുത്ത് വെക്കുന്നത്? 12 ദിവസങ്ങൾക്ക് ശേഷമാണ് വയനാട്ടിലേക്ക് വരുന്നത് തന്നെ. നമ്മുടെ കേന്ദ്രമന്ത്രിയാണെന്ന് ആലോചിക്കണം. അങ്ങനെ കേരളത്തെ സംബന്ധിക്കുന്ന ഒരു വിഷയങ്ങളിലും ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ കേരളത്തിനോടൊപ്പം നിൽക്കാത്ത ഒരാളാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് സുരേഷ് ഗോപി, നിങ്ങളെ ജനങ്ങൾ ഒരുപാട് വെറുക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. നിങ്ങൾ പക്കാ BJP കാരനാണ്, പക്കാ കേന്ദ്ര സംഖ്യയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒരു വ്യക്തി ജയിച്ച് MLA യും MP ഒക്കെ ആയ ശേഷം അയാൾ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ മറ്റുള്ളവരെയൊക്കെ കണ്ടു പഠിക്കണം എന്നുള്ളതാണ്. ഇയാൾ ഇപ്പോഴും സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ പല പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ സിനിമയിൽ എന്തോ ഡയലോഗ് പറയുകയാണോ അല്ലെങ്കിൽ ഏതോ രാജാപ്പാട്ട് നാടകത്തിൽ അഭിനയിക്കുകയാണോ എന്നൊക്കെ തോന്നിപ്പോവും. എന്തായാലും കൊച്ചുവേലായുധൻ ചേട്ടനെ പോലുള്ള ആളുകളുടെയൊക്കെ കണ്ണുനീര്, അതുപോലെ തന്നെ കൊച്ചുവേലായുധൻ ചേട്ടനെ പോലുള്ള ആളുകളോടൊക്കെ താങ്കൾ കാണിച്ച അധിക്ഷേപവും അഹങ്കാരവും ഒക്കെ ഈ നാട്ടിലെ ജനങ്ങൾ കണ്ണു തുറന്ന് കാണുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇങ്ങനെ ചില മറുപടികൾ നൽകിക്കൊണ്ട്, ഇങ്ങനെ വീടൊക്കെ പണിത് കൊടുത്തുകൊണ്ട് ഇവിടെ ഒരു പറ്റം മനുഷ്യർ ഇന്നും ജീവിച്ചിരിക്കുന്നുവെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. ആ കാണിച്ചു കൊടുക്കൽ നിന്നൊന്നും നിങ്ങളൊരു പാഠമൊന്നും പഠിക്കാൻ ഒരു സാധ്യതയൊന്നുമില്ല. പക്ഷെ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ ജനങ്ങൾ ഒരു പാഠം പഠിപ്പിക്കട്ടെ സുരേഷ് ഏട്ടാ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇല്ല ഗടിയെ എന്ന് പറഞ്ഞു വെച്ചോണ്ട് നിർത്തുകയാണ്.